സ്വർഗവാണിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും ഹാർദവുമായ സ്വാഗതം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിൻ്റെ ഉപകാരങ്ങൾ മറക്കാത്തവരായി ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ആദ്യത്തെ കോളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാൻ റാണിയാണ്, തൊടുപുഴയിൽ. റാണി, തൊടുപുഴ. ഓക്കെ. റാണി ചേച്ചി, എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? സുഖമായിരിക്കുന്നു. നിങ്ങളുടെ പ്രോഗ്രാം വളരെ കുറച്ചു കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആണല്ലേ? ആ കുറച്ചു കാലമായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് കേട്ടപ്പം കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് ടൈം ഒക്കെ വിളിക്കുമ്പോഴത്തേക്കിനും കേൾക്കണം, ഞാൻ സ്ഥിരം പ്രേക്ഷകയാന്ന് പറയാനായിട്ട് കഴിയട്ടെ. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും ഹസ്ബൻഡും, ഞങ്ങൾക്ക് 2 പിള്ളേര്. ആണല്ലേ? കുഞ്ഞുങ്ങൾ പഠിക്കുവാണോ? പിള്ളേര് 2 പേരുടെ പഠിത്തം കഴിഞ്ഞു. ഒരാൾ ജോലിയാണ്, ഒരാള് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, അത്രയും വലിയ കുട്ടികളുള്ള റാണി ചേച്ചി. സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഒത്തിരി മീൻസ് ഏജ് കൂട്ടുമല്ല, അതെ സ്റ്റിൽ യങ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒരു 35 ഒരൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഓക്കെ റാണി ചേച്ചി, ഈ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടിന്റെ കുറച്ച് വരികളൊന്ന് പാടാവോ? പെട്ടെന്ന് ഞാൻ ഒട്ടും അറിയാറുണ്ട്. അല്ല, അപ്പം എപ്പം ഒരു കാര്യം പറയട്ടെ, ഒരു പാട്ട് പാടാനായിട്ട് തയ്യാറായിട്ടിരുന്നോണം, എന്നിട്ട് വേണം വിളിക്കാൻ. ഓക്കെ, അതല്ല ഈ പ്രാവശ്യത്തേക്കിന് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രേക്ഷകർ ക്ഷമിച്ചിരിക്കുന്നു. അപ്പം ഇനി ഞങ്ങളിൽ നിന്ന് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള പാട്ടുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഞങ്ങളത് പാടാം. ഓ കുഴപ്പമില്ല ചേച്ചി, എനിക്ക് ബുദ്ധിമുട്ട് മനസ്സിലായി. ഇപ്പം ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ നല്ലൊരു പാട്ട് പാടാം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിലും പരിചയപ്പെട്ടതിലും ഒത്തിരി സന്തോഷം. എല്ലാരും തിരക്കെന്ന് പറഞ്ഞാല് എല്ലാരും ആണോ? ഓക്കെ ഓക്കെ. എന്തായാലും ഇനി ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഇനിയും ഇങ്ങനെ കോളൊക്കെ കിട്ടും കേട്ടോ. ട്രൈ ചെയ്തോണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഗോഡ് ബ്ലെസ് യു. ഓക്കെ, എല്ലാരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ റാണി ചേച്ചിയാണ് വിളിച്ചത്. അതെ അതെ, റാണി ചേച്ചിയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കോൾ കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷം, ഒരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു ആ വോയിസിൽ. അപ്പൊ ചേച്ചി പ്രത്യേകിച്ച് പാട്ടൊന്നും ചോദിച്ചില്ല. അപ്പൊ നല്ലൊരു പാട്ട് ചേച്ചിക്ക് വേണ്ടി നമുക്ക് പാടാം. എല്ലാം പുള്ളിക്കാരി കോള് കിട്ടിയപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. അതെ അതെ, പാടണോ, ഏത് പാട്ട് പാടും, ഏത് പാട്ട് ചോദിക്കും. എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് ഉറപ്പായിട്ടും പാടും. അപ്പൊ നല്ലൊരു പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. Party
ചേച്ചിക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു പാട്ടാണ് പാടിയത്. അതെ അതെ, ഈ പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ പപ്പായുടെ ഫേവററ്റ് ഒരു സോങ്ങാണ്. വർഷങ്ങൾ പഴക്കമുള്ളൊരു സോങ്ങായത്. അപ്പോൾ എന്തായാലും ആ വിളിച്ച റാണി ചേച്ചിയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ അതെ അതെ. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത കോളറിലേക്ക് പോകാം. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ബോബി എന്നാണ്, നേറ്റിംഗിൽ നിന്ന് വിളിക്കുന്നത്. ബോബി. ഗോപി. ബോബിയാണോ ഗോപിയാണോ? ബോബി. 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 ആ ഓക്കെ ഓക്കെ. ബോബി ചേട്ടാ എന്ത് ചെയ്യുന്നു? സുവിശേഷ പ്രവർത്തന. ഓ ശരി ശരി ശരി. പാസ്റ്ററാണോ? അല്ല. ആ ഓക്കെ. ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. സുവിശേഷ പ്രവർത്തന. ഓക്കെ, ഇവാഞ്ചലിസ്റ്റ് ആണല്ലേ? ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? പ്രോഗ്രാം കാണാറുണ്ട് എല്ലാ ദിവസവും. ആണോ? ഓ സന്തോഷം. അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ആണല്ലേ? ഓ ശരി. ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ അച്ഛനും അമ്മയും രണ്ടനിയത്തിമാരുണ്ട്. പിന്നെ എനിക്കൊരു കുടുംബമുണ്ട്. ഭാര്യ. കുഞ്ഞുങ്ങൾ? കുഞ്ഞുങ്ങളുണ്ടായില്ല. ഓ ശരി ശരി. അപ്പൊ ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പം പിന്നെ എങ്ങനെ പോകുന്നു സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ? 20 വർഷം കൊണ്ട് അനുഗ്രഹമായിട്ട് പോകുന്നു. ആണല്ലേ? ഇത് പ്രവർത്തനം വരെ പവനെ വിസിറ്റിംഗാണ്. ചോദിച്ചിട്ട് ഞാനിപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഇവിടെ ഒരു ബൈബിൾ മ്യൂസിയം ഉള്ളതിന്റെ കാര്യം അറിയാമോ? വെമ്പായം. അപ്പം നമ്മുടെ ടീമിലുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി ഒരു ദിവസം വരണം കേട്ടോ. വന്നായിരുന്നല്ലേ? അപ്പം കാണാത്തവരായിട്ടുള്ള ചർച്ചിലെ മെമ്പേഴ്സിനെയൊക്കെ കൂട്ടി വീണ്ടും ഒരിക്കൽ കൂടി ഒരു ട്രിപ്പായിട്ട് തന്നെ ഇങ്ങോട്ട് പോന്നേക്ക് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ സ്വർഗവാണിക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടാവോ? ഓക്കെ, പാടിക്കും. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകാരണനെ ദേവാരവ് നിലയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറയുണ്ട്, ആനന്ദമേറയുണ്ട്, എനിക്ക് ആനന്ദമേറയുണ്ട്. യേശുവിൻ കൂടുള്ള നിശ്ചിത ഓർക്കുമ്പോൾ ആനന്ദമേറയുണ്ട്, ആനന്ദമേറയുണ്ട്, എനിക്ക് ആനന്ദമേറയുണ്ട്. യേശുവിൻ കൂടുള്ള നിശ്ചിത ഓർക്കുമ്പോൾ ആനന്ദമേറയുണ്ട്. ഓ അതെ, യേശുവിന്റെ കൂടെയുള്ള നിത്യത ഓർക്കുമ്പോൾ നമുക്കൊക്കെ എന്തൊരു ആനന്ദം അല്ലേ? അതെ. ഓക്കെ. അപ്പം മിനിസ്ട്രിയെയും കുടുംബത്തെയും എല്ലാം ദൈവം ഒത്തിരിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ നമ്മൾ ഏത് രീതിയിലാണേലും ഓ ശരി ശരി. നമ്മൾക്ക് ഏത് രീതിയിലാണേലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഫിലിം ഷോ. ഓ ശരി ശരി. വളരെ നല്ല കാര്യം. ഓക്കെ ഓക്കെ. അപ്പം എല്ലാ പ്രവർത്തനത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഞങ്ങൾ പാടണമെന്ന് പാടി കേൾക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള പാട്ടുണ്ടോ? ഉണ്ട്. ഏത് പാട്ടായിരുന്നു? മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവുതൻ മകനെ മരിച്ചതിനായി. ഓക്കെ ഓക്കെ. ബോബി ചേട്ടനും കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാട്ട് പാടും കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കണം. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓ താങ്ക് യു. ഓക്കെ ഓക്കെ ശരി. അപ്പം നമ്മുടെ ബോബി ചേട്ടന് വേണ്ടിയിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട മകൾ സ്നേഹം എന്ന പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം.
സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഒരു എവർഗ്രീൻ പാട്ടെന്നൊക്കെ പറയാവുന്ന പാട്ടാണ്. വളരെ മനോഹരമായൊരു ഗാനമാണ്. ഇപ്പം നമ്മുടെ ബോബി ബ്രദർ അല്ലെങ്കിൽ ബോബി ചേട്ടൻ ഈ പാട്ട് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹം ഒരു സുവിശേഷ വേല ചെയ്യുന്ന ആളാണ്. ക്രിസ്തുവുമായിട്ട് പിരിയാത്തൊരു ബന്ധത്തിൽ വീണ്ടും വീണ്ടും അടുക്കട്ടെ, ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഞാൻ തിരുവല്ല. തിരുവല്ല ഓമന. ഓക്കെ ആൻറ്റി, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓ, കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ളതായിട്ട്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ആദ്യം നമ്മുടെ ഈ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറണം. എല്ലാ മനുഷ്യരും പ്രായമാകും, പക്ഷേ നമ്മൾ പ്രായമായെന്ന് മനസ്സിൽ ചിന്തിക്കണ്ട. ഞാൻ ചെറുപ്പക്കാരനാണല്ലോ ചെറുപ്പക്കാരിയെന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നം അങ്ങ് മാറും. ഞാൻ സ്വർഗവാണി കാണുന്നുണ്ട്, മിക്കവാറും ഒക്കെ കാണും. ആണല്ലേ? ഓ ഓക്കെ. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ മോനുണ്ട്, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങള്. ഓക്കെ, അപ്പം വലിയൊരു കുടുംബമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം എപ്പോഴും വാക്കുകളിലൊക്കെ കാണണം കേട്ടോ. അപ്പൊ അവനൊരു സന്തോഷത്തോടെ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാട്. പാട്ട് കേൾക്കാനായിരുന്നു ഇഷ്ടം. ആണോ? അപ്പം നെക്സ്റ്റ് ടൈം വിളിക്കുമ്പം ഒരു പാട്ടൊക്കെ പാടാം. എനിക്ക് പിന്നെ 2 പേര് പാടാം, പക്ഷെ പിന്നെ എല്ലാരും കേൾക്കുന്നതല്ലേ. അത് സാരമില്ല, അതൊന്നും അറിയണ്ട. എല്ലാരും ആ പാട്ടുകളൊക്കെ കേൾക്കട്ടെ. പഴയ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആണോ? കുഴപ്പമില്ല, ആന്റി പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഓ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മതി മതി, സന്തോഷമായി. നമ്മുടെ ദൈവം നമ്മളെ അത്ഭുതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം അല്ലേ? അതെ, എനിക്ക് മോളെ വലിയ ഇഷ്ടമാണ്. മോളെ ഇഷ്ടമായി. എന്നാൽ മിക്കവാറും ഒക്കെ അല്ലെങ്കിൽ ശനിയാഴ്ച കാണാനൊത്തില്ലെങ്കിൽ ഞാൻ വ്യാഴാഴ്ച രാവിലെ 10:30 കാണും. ആണോ? അപ്പൊ ഒത്തിരി ഞങ്ങൾക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ ഞങ്ങൾക്കും ഇങ്ങനെ കുറെ നേരം സംസാരിക്കാനൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റാ. നമ്മുടെ കോളേജൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ്. അപ്പം ഇന്ന് ഞങ്ങൾ പാടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? നല്ലൊരു പാട്ട്. പിന്നെ കുഴപ്പമില്ല, അപ്പൊ നമ്മൾ ഓമനാന്റിക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഞങ്ങൾ അങ്ങ് പാടാം. ഓക്കെ, അപ്പം ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ജീവിതത്തിൽ തരട്ടെ. പ്രായമായി എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക് കേട്ടോ. ദൈവം ബലപ്പെടുത്തട്ടെ, ആയുസ്സും നൽകട്ടെ. ഓക്കെ, അപ്പം ഇനിയും വീണ്ടും വിളിക്കണം. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് തിരുവല്ലയിന്ന് ഓമനാന്റി. അതെ, ഓമനാന്റി വളരെ ഹാപ്പി ആയിരുന്നു. ആദ്യമേ കുറച്ച് ഡള്ളായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു, പക്ഷെ അവസാനം ഭയങ്കര ഹാപ്പിയായി. എങ്കിലും പ്രേക്ഷകരെ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി, അതിലുപരി നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം നിങ്ങൾ ഒത്തിരി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമാണ്. ഈ പ്രാർത്ഥനയും ഈ സപ്പോർട്ടൊക്കെ ഞങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ഓമനാന്റിക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. അടവി തരും
വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരും യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരും യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ് നമ്മൾ പാടിയത്. അതെ മുമ്പും നമ്മൾ പഴയ എപ്പിസോഡിലൊക്കെ നമ്മൾ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അതെ അപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വളരെ കാവ്യാത്മകമായ ഒരു പാട്ടാണ്. അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ ഓരോ ഈ പാട്ടൊക്കെ പാടുമ്പോൾ പിന്നെയും പിന്നെയും അതിൻ്റെ കണ്ടിന്യൂസ് അല്ലേ പാടിക്കൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ ടൈമൊക്കെ വളരെ നമുക്കിത്ര ടൈമിൽ തീർക്കേണ്ടത് കൊണ്ടാണ് ഞങ്ങൾക്കിത് നിങ്ങൾക്കൊക്കെ വേണ്ടി അതിൻ്റെ ഫുൾ പാടണമെന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഞങ്ങളത് പാടുന്നതായിരിക്കും. ഇത് വളരെ പഴക്കമുള്ളൊരു പാട്ടാണ്. അപ്പച്ചന്മാരൊക്കെ ഒത്തിരി കർത്താവിനെ പാടി സ്തുതിച്ചൊരു പാട്ടാണ്. ഇന്നും ചർച്ചകളിലൊക്കെ വളരെ സ്വീറ്റായിട്ട് മുഴങ്ങി കേൾക്കുന്ന ഒരു പാട്ടാണ്. അപ്പം ഇനിയും ഇത് പാടാനുള്ള അവസരം കർത്താവ് തരട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് അടുത്ത കോള് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഞാൻ സൂസമ്മ ജോയി പുനലൂര്. സൂസമ്മ ജോയി പുനലൂര്. ആൻറ്റി എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും എന്റെ മോളും ഒരു കൊച്ചു മോളും. ആണല്ലേ. ഓക്കെ ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? എന്നും കാണാറുണ്ട്. ആണല്ലേ. ഒത്തിരി സന്തോഷം അങ്ങനെ കേട്ടിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ആൻറ്റിക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനം പാടും കേട്ടോ. അപ്പം ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിളിക്കണം. ശരി. ഓക്കെ ആൻറ്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ. അപ്പം നമ്മളിപ്പം വിളിച്ചത് സൂസം ആൻറ്റിയാണ്. അപ്പം നമുക്ക് ആൻറ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. നിന്റെ മഹിമയ്ക്കായി
വളരെ ഒരു ബ്ലെസ്സഡ് സോങ് ആണ് അല്ലേ? അതെ. എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകയില്ല. വളരെ വളരെ മനോഹരമായൊരു ഗാനമാണ്. ഞാൻ ഒത്തിരി സ്റ്റേജുകളിൽ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ ഗാനം നമ്മുടെ പ്രിയ ആൻറ്റിക്ക് വളരെ ആശ്വാസമായി തീരും, നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമ്മളെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ പാടുന്ന പാട്ടുകളൊക്കെയും ഒരു ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ടൈം ഇവിടെ കഴിയുകയാണ്. അതെ. ഇത്രയും നേരം നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് കൂടി സ്പെൻഡ് ചെയ്യും, നമുക്ക് ടൈം പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ വളരെ മനോഹരമായൊരു എപ്പിസോഡും ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനിയും അടുത്ത ദിവസം കാണുന്നത് വരെ ദൈവം നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കൂടെ ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.